ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു. ഈ വാക്യത്തിൻ്റെ സാരാംശം പുതിയ നിയമ ശുശ്രൂഷയുടെ രഹസ്യം എന്നാകുന്നു. ആത്മീയമായ അഭ്യസനം ലഭിക്കേണ്ടതിന് പൗലോസിന് അനേകം കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ടതായി വന്നല്ലോ. ഈ ലേഖനം എഴുതുമ്പോഴും താൻ കഷ്ടവും പീഡകളും ഒക്കെ അനുഭവിക്കുന്ന അവസ്ഥയാണ്. താൻ പീഡനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ തനിക്ക് ലഭിച്ച അതേ ശക്തി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ആ വിധത്തിൽ മാത്രമേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. അത്തരമൊരു അഭ്യാസനം കൂടാതെ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകന്മാരാകുവാൻ ആർക്കും സാധ്യമല്ല. നമ്മൾ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും കൂടെ ഇവരെ തമ്മിലൊന്ന് വ്യത്യാസപ്പെടുത്തിയാൽ, പഴയ നിയമത്തിൽ പഴയ ഉടമ്പടിയിൻ കീഴിൽ അഭിഷേകം പ്രാപിച്ച ഒരു ശിംശോനും പുതിയ ഉടമ്പടിയിൻ കീഴിൽ അഭിഷേകം പ്രാപിച്ച ഒരു പൗലോസും തമ്മിൽ വമ്പിച്ച ഒരു വ്യത്യാസമുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, ശിംശോന് പുറമേയുള്ള സിംഹങ്ങളെ ജയിക്കുവാനുള്ള ആത്മീയ ശക്തി ഉണ്ടായിരുന്നു. പൗലോസിനാകട്ടെ തൻ്റെ ജഡത്തിൽ വസിച്ചിരുന്ന സിംഹങ്ങളെ ജയിക്കുവാനുള്ള ആത്മീയ ശക്തിയാണ് ലഭിച്ചത്. ആ സിംഹങ്ങളെ ജയിക്കുവാൻ ശിംശോനോട്ട് കഴിഞ്ഞുമില്ല. അതാണ് ഇവിടെ നമ്മൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം കാണുവാനിടയാകുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അകത്തെ സിംഹത്തെ ജയിക്കുവാനുള്ള ശക്തി പൗലോസിനെ പോലെ പ്രാപിക്കണം. അതാണല്ലോ നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത്. അതാണല്ലോ നമ്മളെ കൊണ്ട് ദോഷം ചെയ്യിക്കുന്നത്. അതാണ് നമ്മളെ കൊണ്ട് കോപിപ്പിക്കുന്നത്. എന്തും പറയാൻ, എന്തും ചെയ്യാൻ ഉള്ളതായ ശക്തി അതിലൂടെ അകത്തിരിക്കുന്ന സിംഹം നമ്മളിൽ വെളിപ്പെടും. അതിനെ ജയിപ്പാനുള്ള ഒരു ശക്തി, ദൈവകൃപ ഏറ്റെടുക്കുവാൻ പൗലോസ് അപ്പോസ്തലനിലൂടെ നമുക്ക് ഒരു പഠനം നടത്തിയാൽ കിട്ടുന്ന ആലോചന അതാണ്. ദൈവത്തിൻ്റെ ദാസൻ്റെ ശുശ്രൂഷയും അതായിരുന്നു. അതുകൊണ്ട് താൻ പാപം ചെയ്യാതെ ക്രിസ്തുവിനെ പോലെ വിശുദ്ധിയിലും വിശ്വസ്തയിലും ജീവിപ്പാൻ ദൈവത്തിൻ്റെ കൃപ തന്നിലുണ്ടായിരുന്നു. പഴയ ഉടമ്പടിയിൻ കീഴിൽ ദൈവഭൃത്യന്മാർ ദൈവം മുമ്പാകെ നിന്ന് ദൈവം അരുളി ചെയ്തത് കേൾക്കുകയും അനന്തരം തങ്ങൾ കേട്ടത് മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് പഴയ നിയമം ചിന്തിക്കുമ്പോൾ കാണാം. എന്നാൽ പുതിയ ഉടമ്പടിയിൽ അത് പോരാ. ഇപ്പോൾ ദൈവഭൃത്യന്മാരൊക്കെയും പരീക്ഷകളിലും പീഡാനുഭവങ്ങളിലും കടന്നുപോയി ആ പീഡകളെല്ലാം ജയിക്കുവാൻ ആവശ്യമായ ദൈവകൃപയും അനുഭവിക്കുന്നു. തങ്ങളുടെ മാതൃക പിന്തുടരുവാൻ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുകയും വേണം. ആ വിധത്തിലാണ് പുതിയ നിയമ ശുശ്രൂഷ പഴയതിനേക്കാൾ അത്യന്തം ഉന്നതമായിരിക്കുന്നത്. അതിനും മറ്റേതിനേക്കാൾ വളരെ കൂടുതൽ വിലയും കൊടുക്കണം. പഴയ ഉടമ്പടിയിൻ കീഴിൽ ആളുകൾക്ക് പരിപൂർണതയിലേക്ക് മുന്നേറുവാൻ സാധ്യമായിരുന്നില്ലല്ലോ. എന്നാൽ പുതിയ നിയമ ഉടമ്പടിയിലാകട്ടെ നമുക്കത് സാധ്യമാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മളെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ നാം സ്വയം പരിപൂർണതയിലേക്ക് മുന്നേറുന്നവരെങ്കിലും മറ്റുള്ളവരെ അതിലേക്ക് നടത്തുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷങ്ങളിൽ നിന്നും നാം നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുകയും യേശു നിർമ്മലനായിരിക്കുന്നത് പോലെ സ്വയം നിർമ്മലീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മാത്രമേ അത്തരമൊരു ജീവിതത്തിലേക്കുള്ള അല്ലെങ്കിൽ അത്തരമൊരു ജീവിതത്തിലേക്ക് മറ്റുള്ളവരെ കൂടെ നയിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് വേറൊരു മാർഗവും അത് സാധ്യമല്ലല്ലോ. അത് 2 കൊരിന്ത്യർ 7-ന്റെ 1 യോഹന്നാൻ 3-3 നാം വായിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം.
നമ്മുടെ സഹോദരി സഹോദരന്മാർ നേരിടുന്ന എല്ലാവിധ പരീക്ഷകളിലും കൂടെ ദൈവത്തിന് നമ്മയും കടത്തിവിടേണ്ടതായി വരും. എന്നാൽ അവരെ നാം സേവിക്കുകയും നിത്യജീവനിലേക്ക് നയിക്കുകയും ചെയ്യണമെങ്കിൽ ഈ പരീക്ഷകളിലെല്ലാം നാം വിജയികളായി തീർന്നേ മതിയാവും. ദൈവത്തിൻ്റെ നമ്മളെ തന്നെ അതിനായി സമർപ്പിക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ തിരുവചനം ഈ നിലയിൽ അനുഗ്രഹിച്ചതിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.